ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ ദിവസമായി വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. ചുമയും ജലദോഷവും ഒക്കെ ആയിട്ട് സൗണ്ട് മൊത്തത്തിൽ പോയി കിടക്കുകയാണ്. ഇപ്പോഴും ശരിയായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അടഞ്ഞ ശബ്ദത്തിലുള്ള സംസാരം കേട്ട് നിങ്ങൾക്ക് ബോറാവും എന്നുള്ളത് കൊണ്ടാണ് വീഡിയോസിനൊന്നും വോയിസ് ഓവർ കൊടുക്കാതിരുന്നതും എഡിറ്റ് ചെയ്യാതിരുന്നതും അതുകൊണ്ടാണ്. ഇനി എന്തായാലും ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട്, എന്നാലും പൂർണ്ണമായിട്ടും ശരിയായിട്ടില്ല. സൗണ്ടിന് വ്യത്യാസമുണ്ട്. എന്നാൽ കൂടിയിട്ട് വീഡിയോസ് വോയിസ് ഓവർ ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കുക. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഷോർട്സിന് വേണ്ടി എടുത്ത ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. ഷോർട്സിനാവുമ്പോൾ വോയിസ് ഓവർ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് വോയിസ് ഓവർ കൊടുക്കാതിരിക്കാൻ വേണ്ടി ഷോർട്സിന് വേണ്ടി മാത്രം എടുത്തതായിരുന്നു. കാലത്ത് തന്നെ പത്തിരി ടാസ്ക് തന്നെയാണ്. പക്ഷേ പത്തിരി കഴിക്കാനുള്ള ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ടാസ്ക്കൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാറില്ല. അപ്പോൾ ഞാൻ തലേന്ന് വൈകിട്ട് തന്നെ പത്തിരിക്കുള്ള പൊടി വാട്ടി കുഴച്ച് പരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ എണീച്ച് ചുടുന്ന ആ ഒരു സമയം മാത്രമല്ലേ വേണ്ടൂ. അതിനുവേണ്ടി തലേ ദിവസം തന്നെ പരത്തി വെച്ചിട്ടുണ്ടായി. രാവിലെ എണീച്ചതും പത്തിരി ചുടാന്ന് വിചാരിച്ചു. പത്തിരിയൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ പൊങ്ങി വരുന്നുണ്ട്. ചുടുമ്പോൾ തന്നെ പത്തിരി ചുട്ടുമ്പോൾ പൊങ്ങി വരുന്നതിലാണ് നമ്മൾ പത്തിരി ഉണ്ടാക്കിയത് പെർഫെക്റ്റ് ആണോ അല്ലയോ എന്നുള്ളത് ആ പത്തിരി തന്നെ അറിയിച്ചു തരുന്നത്. നല്ല ഫ്ലഫി ആയിട്ട് പൂരി പോലെ തന്നെ പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഇതെന്തായാലും പെർഫെക്റ്റായി. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇങ്ങനെ നമ്മൾ പത്തിരിയോ ചപ്പാത്തിയോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ പൊങ്ങി വരുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഉണ്ടാക്കി അത് സക്സസ് ആയി എന്നുള്ളത് അവർ തന്നെ കാണിച്ചു തരുന്നത് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ തന്നെ പത്തിരിയൊക്കെ ചുട്ടെടുക്കുകയാണ്. ഞാൻ ഷോർട്ട് വീഡിയോസ് ഒന്നിടവിട്ട ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കുക. നമുക്ക് ഷോർട്സ് വീഡിയോന് തന്നെയാണ് വ്യൂസ് കൂടുതൽ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് അറിയാനുള്ള ആഗ്രഹം കൊണ്ടാണ് കമൻറ്റിനനുസരിച്ചിരിക്കും നമ്മളുടെ വീഡിയോസിലുള്ള മാറ്റങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. എല്ലാവരും മസ്റ്റായിട്ട് തന്നെ കമൻറ്റ് ചെയ്യുക. ഹെൽത്ത് ഇഷ്യൂസൊക്കെ മാറി ബാക്ക് ടു റുട്ടീനിലേക്ക് വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി അടുപ്പിച്ച് തന്നെ വീഡിയോസൊക്കെ ഇടാൻ ശ്രമിക്കാം. വീഡിയോസ് എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും ഒന്നും എനിക്കൊരു ടാസ്ക്കായിട്ട് തോന്നിയിട്ടില്ല. വീഡിയോസിന് വോയിസ് ഓവർ കൊടുക്കുന്നതാണ് എനിക്ക് വലിയ ടാസ്ക്കായിട്ട് തോന്നിയിട്ടുള്ളത്. സംസാരിക്കാൻ തീരെ പിന്നിലോട്ടാണ് ഞാൻ. ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സംസാരിക്കാൻ കുറച്ച് പ്രയാസം തോന്നുന്നുണ്ട്. വീഡിയോസ് എഡിറ്റ് ചെയ്യാനും വീഡിയോസ് എടുക്കാനും ഒന്നും എനിക്ക് പ്രയാസം തോന്നിയിട്ടില്ല. വോയിസ് ഓവർ കൊടുക്കുമ്പോഴാണ് ചെറിയ ബുദ്ധിമുട്ട്. പിന്നെ മാക്സിമം നോയ്സൊന്നും ഇല്ലാത്ത രീതിയിൽ, നിങ്ങൾക്ക് ബോറിങ് അല്ലാത്ത രീതിയിലും വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുക്കണമല്ലോ, അതും നമ്മൾ നോക്കണ്ടേ. അതുകൊണ്ട് വോയിസ് കൊടുക്കാനാണ് കൂടുതൽ സമയം എനിക്ക് വേണ്ടി വരുന്നത്. എന്തൊക്കെ ആയാലും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. ഇവിടെ പത്തിരി എല്ലാം ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. പത്തിരിക്ക് സൈഡായിട്ട് ഗ്രീൻ പീസ് കറിയാണ് ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റായി. അങ്ങനെ ഇക്കാക്കും മോൾക്കും ഒക്കെ കഴിക്കാൻ കൊടുത്ത് പിന്നെ ഞാനും ഇരുന്ന് കഴിച്ചു. മോനും കൊടുത്തിട്ടുണ്ടായിരുന്നു. പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പത്തിരിയും വീട്ടിലുണ്ടാക്കുന്ന പത്തിരിയും തമ്മിൽ രാവും പകലും എന്ന പോലുള്ള വ്യത്യാസമാണുള്ളത്. എത്ര തന്നെ ഹോം മെയ്ഡാണെന്ന് പറഞ്ഞ് മേടിച്ചാലും നമ്മൾ വീട്ടിൽ കുഴച്ച് പരത്തുന്ന ആ ഒരു ടെക്സ്ചറുള്ള പത്തിരി നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടില്ല. അതുകൊണ്ടാണ് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത്. എനിക്ക് പത്തിരി ഉണ്ടാക്കാൻ ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ സെറ്റായി. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെൽ ബട്ടൺ ഒന്ന് ഇനേബിൾ ചെയ്ത് വെക്കുക. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ.